ഈ മൗലിദ് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല. സ്വഹാബത്തിൻ്റെ കാലത്ത് ഏറ്റവും നല്ലൊരു കവിയായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിൻ്റെ ഹയാത്ത് കാലത്തും റസൂലുള്ളാഹി വഫാത്തായതിന് ശേഷവും മൗലിദ് നടത്തിയ ഒരു മഹാനായ സ്വഹാബിയാണ് ഹസ്സാൻ ബിൻ സാബിത്ത്. ഹസ്സാൻ ബിൻ സാബിത്തിൻ്റെ മഹത്വം അറിയാൻ അധ്യായം തന്നെ സഹീഹ് മുസ്ലിമിൽ കാണാം. ഒരു ബാബു ഹസ്സാൻ ബിൻ സാബിത്ത്. ഹസ്സാൻ ബിൻ സാബിത്തിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്? ആ ബാബിൽ ഒന്നാമതായി പറഞ്ഞ മഹത്വം റസൂലുള്ളാഹിൻ്റെ മൗലിദ് പാരായണം ചെയ്യുന്ന ആളായിരുന്നു. പുഞ്ചിരിക്കാതെ റസൂൽ ആരോട് സംസാരിക്കാറില്ല, അഭിമുഖീകരിക്കാറില്ല. അങ്ങനത്തെ സ്നേഹമാണ് അള്ളാഹുവിൻ്റെ റസൂലിന് അവിടുത്തെ അനുയായികൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് എന്തെന്നില്ലാത്ത സ്നേഹം ആണ്. ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹിൻ്റെ മദ്ഹുകൾ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ്, ആ മൗലിദ്, ആ ഹുബ്ബുർ റസൂൽ പരിപാടി എന്തിനാണ്, എന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ്, ഇതൊക്കെ ഈ സമയത്ത് വിശദീകരിക്കേണ്ടതാണ്. ഈ സമയക്കുറവുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തും. ഈ ഹുബ്ബുർ റസൂൽ പരിപാടി ഒന്നാമതായി ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ പരിചയപ്പെടുത്തുകയാണ്. സാധാരണ നമ്മൾ വഅദ് പറയും, ക്ലാസ് എടുക്കും, അതൊക്കെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കാണ് ഉപകരിക്കാറുള്ളത്. ഇത് എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉപകാരപ്പെടുന്നതിൻ്റെ പുറമെ മറ്റ് ഇതര സമുദായങ്ങൾക്ക് കൂടി കേൾക്കാനും ശ്രദ്ധിക്കാനും ഇതിന് അവസരമുണ്ട്. ആ സന്ദർഭം അവർ ഉപയോഗപ്പെടുത്തി ആരാണ് അള്ളാഹുവിൻ്റെ റസൂൽ, എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ഒരു പ്രബോധനമാണ്. മക്കയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിൻ്റെ റസൂൽ വന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ പരിചയപ്പെട്ടിട്ടാണല്ലോ അവരൊക്കെ ഇസ്ലാം എന്ന് സ്വീകരിച്ചത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിച്ചു 40-ാമത്തെ വയസ്സ്, 40 വയസ്സ് പൂർണ്ണമായപ്പോൾ. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ഖദീജ ബീബി, അലി നബി താലിബ് തുടങ്ങിയ ഏതാനും ആളുകളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ആദ്യാവസാനം വരെ പഠിച്ചിട്ട് അല്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, നുബുവത്ത് ലഭിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ റസൂലായി പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് മുഴുവനും ആ കടന്നു വന്ന ആളുകൾ അറിഞ്ഞിട്ടില്ല. പിന്നെ അവരെങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഇസ്ലാം അത് സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ടിട്ടാണ്. ആ റസൂലുള്ളാഹിൻ്റെ സ്വഭാവം, സഹിഷ്ണുത, സ്നേഹം, സൽസ്വഭാവം, സത്യസന്ധത അവർക്ക് പരിചയമുണ്ട്. അവരുടെ നാട്ടിലാണല്ലോ അള്ളാഹുവിൻ്റെ റസൂലുള്ളത്. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ റസൂലിനെ അവരറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ വന്നത് സത്യമല്ലാതാവുകയില്ല എന്ന കാഴ്ചപ്പാടിലാണ് അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹിനെ പരിചയപ്പെട്ട് ഇസ്ലാമിലേക്ക് വന്നവരാ സ്വഹാബിമാർ മുഴുവനും സ്ഥിതി അങ്ങനെ തന്നെ. ഇനി ആദ്യകാലത്ത് വന്ന സിദ്ദീഖുൽ അക്ബറിൻ്റെ കഥ മാത്രമല്ല, റസൂലുള്ളാഹിനെ കൊണ്ട് അന്ന് വിശ്വസിച്ച മുഴുവൻ സഹായിമാരെയും നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അവർ ഇസ്ലാമിനെ സ്വീകരിച്ച് റസൂലുള്ളാഹിനെ മനസ്സിലാക്കി പഠിച്ചതിൻ്റെ പേരിലല്ലേ ഖുർആൻ ആദ്യ അവസാനം വരെ അവർ പഠിച്ചിട്ടാ. ഇസ്ലാമിലേക്ക് വന്ന മുഴുവൻ ആളുകൾക്കും ഖുർആൻ മനഃപ്പാടമാണെന്ന് ആർക്ക് പറയാൻ കഴിയും? അല്ലേ മനഃപ്പാടമാണോ? ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അവർക്ക് പഠിച്ച് അതിൻ്റെ സത്യാവസ്ഥയും അതിൻ്റെ യാഥാർത്ഥ്യവും അവർ പഠിച്ച് പരിചയപ്പെട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണോ അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ട് ആ അല്ലാഹുവിൻ്റെ റസൂലിനെ മനസ്സിലാക്കി
ആ അള്ളാഹുവിൻ്റെ റസൂലിനെ കേട്ട് അവിടുത്തെ സ്വഭാവവും അവിടുത്തെ സത്യസന്ധതയും അവിടുത്തെ നീതിബോധവും അവിടുത്തെ ചിത്രങ്ങൾ പഠിച്ചവരാണ്. അതുവഴിയാണ് അവർക്ക് ഇസ്ലാമിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, ഈ ഹുബ്ബുർ റസൂൽ പരിപാടി നടത്തുമ്പോൾ ലോകത്തിന് മുമ്പിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രചരിപ്പിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് മുഴുവനും ഇസ്ലാമിലേക്ക് താല്പര്യമുണ്ടാവും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മതത്തിലേക്ക് അവർക്ക് താല്പര്യം വരും. അവരൊക്കെ ഇസ്ലാമിലേക്ക് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരും. അപ്പോൾ റസൂലുള്ളാഹിനെ പരിചയപ്പെട്ടിട്ടാണ് അവരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നത്. ഇനി നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹിനെ കാണുക പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾ അന്നുണ്ട്. ഇപ്പോഴെല്ലാവരും ഉണ്ട്, എല്ലാവരും കാണാത്തവർ തന്നെയാണ്, കേട്ടിട്ടേ ഉള്ളൂ. അന്ന് റസൂലുള്ളാഹിനെ കാണാതെ റസൂലുള്ളാഹിനെ കേട്ട് പരിചയപ്പെട്ട് ആ കേൾവിയിലൂടെ പരിചയപ്പെട്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നവരുണ്ടെന്ന്. ഒരു സ്ത്രീ ഒരു ശ്മശാനത്തിൽ ആ സ്ത്രീൻ്റെ മകനെ മറവ് ചെയ്തു. ഉമ്മമാർക്ക് മക്കളോട് വലിയ സ്നേഹമാണല്ലോ. അപ്പോൾ പെണ്ണ് ആ മകൻ്റെ കബറിൻ്റെ അരികത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ കരിയാണ്. അപ്പോൾ റസൂലുള്ളാഹി നടന്നു പോകുന്നുണ്ട്. റസൂലുള്ളാഹി ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ ഇസ്ബിരി, നീ ക്ഷമ കൈവിടരുത്, ക്ഷമിക്കണം. നമ്മുടെ മക്കൾ മരിച്ചാൽ വിഷമമുണ്ടാവും, പക്ഷേ അള്ളാഹു തന്നതാണ്, അവൻ കൊണ്ടുപോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ ആ പെണ്ണിൻ്റെ മറുപടി, പെട്ടെന്നുണ്ടായ മറുപടി, എൻ്റെ മോനല്ലേ മരിച്ചത്, നിങ്ങളുടെ മോനല്ലല്ലോ, നിങ്ങളുടെ മോനാകെ എങ്ങൾക്കും ഉണ്ടായിരുന്നു, എൻ്റെ മോൻ മരിച്ചപ്പോൾ എനിക്കുണ്ടായി, അതിൽ നിങ്ങളൊന്നും ഇടപെടണ്ട എന്ന രീതിയിൽ ആ പെണ്ണ് മറുപടി പറഞ്ഞു റസൂലുള്ളാഹിനോട്. റസൂല ഒന്നും എതിർക്കാതെ ആ പെണ്ണിൻ്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ അങ്ങ് പോയി. റസൂല പിന്നിൽ മറ്റൊരാൾ കടന്നു വന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെയില്ല, പിന്നിലാണ്. ആ പെണ്ണിനോട് പറഞ്ഞു, ആ പോയത് ആരാന്നറിയോ നീ? എന്നോട് ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടത് ആരെന്ന പരിചയമുണ്ടോ? അത് റസൂലുള്ളാഹിയാണ്. അപ്പോഴാണ് ആ പെണ്ണ്, പഠിച്ചോനെ റസൂലുള്ളാഹിനോട് പോയല്ലോ ഞാനങ്ങനെ പറഞ്ഞത്, എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം, ഈ മകൻ മരിച്ച വേദനയേക്കാൾ വലിയ വേദനയായി, റസൂലുള്ളാഹിനോട് അങ്ങനെ സംസാരിച്ചു. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ആ പെണ്ണ് റസൂലുള്ളാഹിനോട് അങ്ങനെ സംസാരിച്ചത് റസൂലുള്ളാഹിനെ പരിചയമില്ലാത്തതുകൊണ്ടാണ്. റസൂലുള്ളാഹിനെ അറിയുമെങ്കിൽ ആ പെണ്ണ് റസൂലുള്ളാഹിനോട് ആ രൂപത്തിൽ സംസാരിക്കൂല. അതാണ് ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ആ കേട്ട കേൾവിയിൽ റസൂലുള്ളാഹിൻ്റെ ചരിത്രം മനസ്സിലാക്കിയപ്പോൾ ആ പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചതാണ്. വർഷങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ടാണ് ആ പെണ്ണ് ഇസ്ലാം റസൂലുള്ളാഹിനെ കാണുന്നത്. അപ്പോൾ കാണാത്ത ആളുകൾ റസൂലുള്ളാഹിനെ കേട്ട് ഇസ്ലാം സ്വീകരിച്ചു എന്നാണല്ലോ ഇമാം ബുഖാരിൻ്റെ ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. ആ പെണ്ണ് വളരെ വേദനയോടെ വളരെ വിഷമത്തോടെ റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ ചെന്നു. റസൂലുള്ളാഹിൻ്റെ അരികത്തേക്ക് ആ പെണ്ണ് പോകുമ്പോൾ ആ പെണ്ണിൻ്റെ മനസ്സിൽ റസൂലുള്ളാഹിൻ്റെ ഫോട്ടോ വലിയൊരു രാജാവിനെ പോലെ കുറേ പാറാവുകാരും തോയിമാരും അല്ലെങ്കിൽ തോയന്മാരും ഒക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ആ പെണ്ണിൻ്റെ മനസ്സിലുള്ളത്. റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ ആരുമില്ല. അവിടെ പാറാവുകാരില്ല, ഖാദിമീങ്ങളില്ല, അള്ളാഹുവിൻ്റെ റസൂൽ മാത്രമേ ഇരുന്ന് ആ കാഴ്ച കണ്ട്. അപ്പോൾ ആ പെണ്ണിന് സംശയം തോന്നി, ഇത് തന്നെയല്ലേ റസൂൽ? കാരണം ആ പെണ്ണ് ചിന്തിച്ച ആ രൂപത്തിലുള്ള പ്രൗഢിയിലല്ല റസൂലുള്ളാഹി ഉള്ളത് എന്നർത്ഥം. മറ്റൊരു കാര്യം, ഒരു സാധുക്കളെ പോലെ, ഒരു സാധാരണക്കാരനെ പോലെ സാധാരണക്കാരോട് പെരുമാറുന്ന നേതാവ് അതാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൂടി അക്കൂട്ടത്തെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ ലോകം അറിയണം. കാണാൻ നമുക്കിപ്പോൾ കഴിയില്ലല്ലോ. എന്തിനാ അറിയുന്നത്? ആ അറിവിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മതത്തിൽ കയറിക്കൂടാൻ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ. അത് നിർബന്ധമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ബല്ലുവന്നി വലുകയ,
നിങ്ങളൊക്കെ പ്രബോധനം ചെയ്യണമെന്ന് ഖുർആൻ ആയത്ത് ഒന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചതാണ്. അപ്രബോധനമാണ് സത്യത്തിൽ ഈ ഹിബ്ബുർ റസൂൽ പരിപാടി, ഈ മൗലിദ് പരിപാടി, മൗലിദ് യോഗം ഒക്കെ. ഇതിനെ എതിർക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ലല്ലോ. പ്രബോധനം വേണ്ട, ഇസ്ലാമിൻ്റെ പ്രബോധനം ആവശ്യമില്ലെന്ന് പറയാൻ ഇവിടെ ആർക്കാ കഴിയുക? ചില ആളുകൾ ഹിബ്ബുർ റസൂൽ പരിപാടിയെയും മൗലിദ് യോഗത്തിനൊക്കെ എതിർക്കുന്നത് അത് എന്താണ് ഹിബ്ബുർ റസൂൽ പരിപാടി, എന്താണ് മൗലിദ് യോഗം എന്ന് അവർക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കിയ ആളുകൾക്കൊന്നും സത്യത്തിൽ അതിനെ എതിർക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ SSFൻ്റെ വിദ്യാർത്ഥികളും നല്ലവരായ ഈ നാട്ടുകാരും ഈ പരിപാടി സംഘടിപ്പിച്ചത് ഒരു നിർബന്ധമായ കാര്യമാണ്. അതാ ബറാഅ് ബിൻ ആസിബ് റളിയല്ലാഹു തആല അൻഹു അൻസാരികളെ കൂട്ടത്തിൽ മദീനയിലെ പ്രഗത്ഭനായൊരു സ്വഹാബിയാണ്. ആ സ്വഹാബി പറഞ്ഞു, ഇമാം ബുഖാരി അത് റിപ്പോർട്ടും ചെയ്തു, മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ കടന്നു വന്നു. 13 കൊല്ലം നുബുവത്ത് ലഭിച്ചതിന് ശേഷം റസൂലുള്ള മക്കത്താണ്. 13 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മദീനയിലേക്ക് കടന്നു വരുന്നത്. ആ കടന്നു വരുന്ന ദിവസം മക്കയിൽ നിന്ന് റസൂല പുറപ്പെട്ടു എന്നവർ നേരത്തെ കേട്ടിട്ടുണ്ട്. മക്കയിൽ നിന്ന് അന്ന് മദീനയിൽ എത്തിച്ചേരാൻ 10 ദിവസം വേണം. അല്ലാഹു റസൂൽ മക്കത്തുനിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടു. എപ്പം വരും എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. മദീനത്ത് കടന്നു വന്നപ്പോൾ, മദീനയിൽ എത്തിച്ചെന്ന് വന്നപ്പോൾ അവിടുത്തെ സ്വഹാബിമാർ, സ്ത്രീകൾ, മദീനയിലുള്ള കുട്ടികൾ, അടിമ സ്ത്രീകൾ മുഴുവനും വളരെ സന്തോഷത്തോടെ ത്വലഅൽ ബദ്റു അലൈന എന്ന പദ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനെ വരവേറ്റു. കുട്ടികൾ, അടിമ സ്ത്രീകൾ അല്ലാഹുവിൻ്റെ റസൂലിനെ വരവേറ്റു. ബറാഅ് പറഞ്ഞു, ബെയ്ത്തും ചൊല്ലി ദഫും മുട്ടി. അന്ന് മദീനക്കാരായ ഞങ്ങൾക്കുണ്ടായ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നീടൊരിക്കലും ഉണ്ടായിട്ടില്ല, മുമ്പും ഉണ്ടായിട്ടില്ല. അത്രയും സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ ആ റസൂലുള്ളാഹിനെ വരവേറ്റത്. നോക്കി നിങ്ങൾ റസൂലുള്ളാഹിനുള്ള മഹബത്തിൻ്റെ ഭാഗം. എന്താണ് അങ്ങനെ വരവേൽക്കാൻ കാരണം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അള്ളാഹുവിൻ്റെ റസൂലിനെ നമുക്ക് തന്നു എന്നത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. ഒരുപാട് നിഅമത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതെത്രയാണെന്ന് പറയാൻ കഴിയില്ല. നമുക്കെപ്പോഴും പോരായ്മയും ഇല്ലായ്മയും ആണ് പറയാറുള്ളത്. കിട്ടിയ ഗുണം പറയാൻ മനുഷ്യന്മാർക്ക് മടിയാ. കാര്യം എന്താണെങ്കിലും കഴിഞ്ഞല്ലോ നല്ല തേങ്ങ ഉണ്ടായിരുന്നു നമ്മളെ തെങ്ങുമേൽ, കുറി വളരെ മോശമെന്ന് പറയും. ഈ കുറിയത്തെ തേങ്ങ പറയുമെങ്കിൽ അടുത്ത കൊല്ലാണോ? അപ്പോൾ അവിടുന്ന് പറയും കഴിഞ്ഞെല്ലാം കാര്യം എന്താണെങ്കിലും 5000 തേങ്ങ കിട്ടിയിരുന്നു, ഇക്ക വളരെ മോശമാണ്. മനുഷ്യൻ്റെ സ്ഥിതിയാണത്. പക്ഷേ അതല്ല, തേങ്ങയും മാങ്ങയുമല്ല, അതൊക്കെ നിഅമത്താണ്, വലിയ കാര്യമാണ്, നമ്മൾ നന്ദി ചെയ്യേണ്ടതുമാണ്. ഏറ്റവും വലിയ നിഅമത്ത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് തന്നു എന്നതാണ്. ലോകത്തിൻ്റെ നേതാവായ സയ്യിദുൽ അംബിയാ അല്ല സയ്യിദ് വിൽദി ആദം, ലോകത്തിൻ്റെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് റസൂൽ അതിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ റസൂലുള്ളാഹിയെ നമുക്കാ തന്നത്. ബനി ഇസ്രായേലിന് കൊടുത്തിട്ടില്ല. ബനി ഇസ്രായേലിക്ക് മൂസാ നബിനെ ഈസാ നബിനെയൊക്കെയാണ് കൊടുത്തത്. വേറെയുള്ള ഒരുപാട് കൗമുണ്ട്, അവർക്കൊക്കെ വേറെ 1,24,000 പ്രവാചകന്മാരുണ്ട്, അവരെയാണ് നൽകിയത്. അള്ളാഹു റസൂലിന് അള്ളാഹു നമുക്കല്ലേ തന്നത്. അതാണ് ബറാഅ് ബിൻ ആസിബ് പറഞ്ഞത്, ഞങ്ങളെ സന്തോഷം അളക്കാൻ കഴിയാത്ത അത്രയും വലുതായിരുന്നു. അപ്പോൾ ആ റസൂലിനുള്ള സ്നേഹം നമുക്ക് അനിവാര്യമാണ്. അത് പ്രകടിപ്പിക്കൽ വാജിബാണ്. അഥവാ ശുക്റിന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചതാണ്. അള്ളാഹു ചെയ്ത നിഅമത്തിന് നന്ദി ചെയ്യാൻ. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിയമത്ത് നന്ദി ചെയ്യണം. അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തിയതാണ്. ആ നന്ദിയാണ് ഈ ഹിബ്ബുർ റസൂൽ പരിപാടിയും മൗലിദ് യോഗവും. ഈ റസൂലാൻ്റെ ജന്മദിനത്തിൽ റബീഉൽ അവ്വൽ 12 അന്ന് ആ റസൂലാൻ്റെ
സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട്, സ്നേഹം കാണിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും നാട്ടുകാർക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കലോ ഈ പരിപാടിയിൽ. അതുപോലെ ദിവസത്തിൽ ലൈറ്റ് അണിയിക്കലും ലൈറ്റ് ഉണ്ടാക്കലും, നമ്മുടെ മകളെ കല്യാണം കഴിക്കുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ലൈറ്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാകും. അങ്ങനത്തെ ലൈറ്റ് അടക്കം ഈ കാണുന്ന പൊലിവുകളൊക്കെ ആ റസൂലുള്ളാഹിനുള്ള മഹബത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ ഉറപ്പെടുത്തുന്നു. ആ രീതിയിൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. സ്നേഹമുള്ള മനുഷ്യന്മാരോട് പറയേണ്ടതില്ല, അത് അവർ ഓട്ടോമാറ്റിക് അങ്ങ് വന്നു ചേരും. വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. ആരാണ് ഇവിടെ വിജയികൾ? അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയികൾ ആരാ? കുറേ പണമുള്ളവർ എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വലിയ സ്ഥാനമുള്ളവരെന്നല്ല പറഞ്ഞത്, ഇവിടെ വലിയ സർക്കാർ ജോലി ലഭിച്ചവരെന്നല്ല പറഞ്ഞത്. ഇത് അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്നതിനോട് കൂടെ വിശ്വാസം പരിപൂർണമായി നിലനിർത്തുന്നതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ റസൂലിനെ ആദരിക്കുന്നവർ, അള്ളാഹുവിൻ്റെ റസൂലിനെ ബഹുമാനിക്കുന്നവർ, അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കുന്നവർ, അവരാണ് വിജയികളെന്നാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ കൽപ്പന മാനിച്ച് നിസ്കാരം നിർവഹിക്കണം, നോമ്പ് നിർവഹിക്കണം, ഹജ്ജ് ചെയ്യണം, ഒക്കെ വേണം. പക്ഷെ പോരാ, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും അക്കൂട്ടത്തിൽ വേണം. വഅസ്സറൂഹു മൂന്നാമത്ത്. നാലാമത്തെ വനസറൂഹു, അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കണം. സലാത്ത് ചൊല്ലി നിങ്ങൾ ചിന്തിച്ചു നോക്കും, മൗലിദിൻ്റെ വരികളുടെ ഇടയിൽ സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി. അത് റസൂലിനെ സഹായിക്കലാണ് സ്വലാത്ത് അല്ലല്ലേ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഗുണം കുറവായതുകൊണ്ടല്ല, എന്നാലും അള്ളാഹുവേ നീ സ്വലാത്ത് റസൂലുള്ളാഹിക്ക് നൽകണമെന്ന് നമ്മൾ പറയുന്നത് റസൂലിനെ സഹായിക്കലാണ്. റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയൽ റസൂലിനെ സഹായിക്കലാണ്. അങ്ങനെ റസൂലുള്ളാഹിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള അവസരമുണ്ടാക്കൽ റസൂലിനെ സഹായിക്കലാണ്. അത് വിജയികളായ ആളുകളുടെ അടയാളമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മൗലിദ് യോഗവും ഹുബ്ബ് റസൂൽ പരിപാടിയും ഒരു നിർബന്ധമായ ശുക്രാണ്, വാജിബായ കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വം എത്രയാണ്. നീട്ടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂല് ഈ ലോകത്ത് ചെയ്തത് കുറേ കെട്ടിടങ്ങളുണ്ടാക്കി അനുയായികൾക്ക് നൽകിയതല്ല, കുറേ എസ്റ്റേറ്റുകൾ വാങ്ങി അനുയായികൾക്ക് കൊടുത്തതല്ല. ഏറ്റവും ഉയർന്നൊരു സംസ്കാരം ലോകത്ത് അല്ലാഹുവിൻ്റെ റസൂൽ നടപ്പിലാക്കി. അത് പ്രസംഗിച്ചു എന്നല്ല, അത് നടപ്പിലാക്കി. വൈസക്കീഹിം എന്നാണ് ഖുർആൻ പറഞ്ഞത്. നല്ല സംസ്കാരത്തിൻ്റെ പ്രസംഗം നടത്തി എന്നല്ല, ഏറ്റവും മോശമായ ചുറ്റുപാട് ജീവിച്ച വൈൻഖാനോമിൻ കബുൽ റഫീ റാലിമുബി എന്ന് ഖുർആൻ പറഞ്ഞ വളരെ മോശമായ ജീവിതമായിരുന്നു റസൂൽ വരുമ്പോൾ മക്കൾക്കാർക്കുണ്ടായിരുന്നത്. കള്ളുകുടിയും വ്യഭിചാരവും ചൂതാട്ടവും പലിശയും അതുപോലത്തെ ബിംബാരാധനകളും ഒരുപാട് അനീതികളിൽ മുങ്ങിക്കുളിച്ചവരായിരുന്നു അവിടെയുള്ളായിരുന്ന മനുഷ്യന്മാർ. ആ മനുഷ്യന്മാർ മുഴുവനും ഏറ്റവും നല്ല സംസ്കാരത്തിന് ഉടമളാക്കി റസൂല മാറ്റി. സ്വഹാബിമാർ സിദ്ദീഖുൽ അക്ബർ, ഉമർ ഫാറൂഖ്, ഉസ്മാൻ അഫ്ഫാൻ, സയ്യിദ്, അബൂ ഹുറൈറ, ഇബ്നു അബ്ബാസ് തുടങ്ങിയ നമുക്കറിയാവുന്ന നിരവധി ആയിരക്കണക്കായ സ്വഹാബിമാർ അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ ഉണ്ടാക്കി.
ഒരു കറാഹത്ത് പോലും ചെയ്യില്ല. കള്ള് കുടിക്കൂലെന്നല്ല, കള്ള് ശരീരത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ആയിക്കളഞ്ഞാൽ അവിടെ കഴുകിക്കളിയുന്ന ആളുകളാക്കി റസൂൽ മാറ്റി. വിചരിക്കൂലെന്നല്ല, ഒരു പെണ്ണിനെ നോക്കില്ല, അത്രയും പരിശുദ്ധന്മാരാക്കി അല്ലാഹുവിൻ്റെ റസൂൽ മാറ്റി. അങ്ങനെ സ്വഹാബിമാരെന്ന് പറയുന്ന ഏറ്റവും നല്ല സംസ്കാരത്തിൻ്റെ ഉടമകളായ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ. നോക്കി നിങ്ങൾ, രണ്ടും അള്ളാഹു പറഞ്ഞതാ. ഒന്ന് വൈങ്കാനും കബുലു ലഫീ ദലാൽ മുബീൻ, വളരെ മോശമായ ജീവിതമാണ് നയിച്ചതെന്ന് പറഞ്ഞ അതേ ഖുർആൻ, അതേ പടച്ചതമ്പുരാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവർത്തന ഫലമായി ആ ജനങ്ങൾ മുഴുവനും ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ, പരിപൂർണ്ണ മുഅ്മിനീങ്ങളായി മാറി. നോക്കി നിങ്ങൾ, രണ്ടും പറയുന്ന അല്ലാഹു തആല. അങ്ങനെ പരിപൂർണന്മാരായ, പരിപൂർണ്ണ മുഅ്മിനീങ്ങളായ, പരിപൂർണ്ണ സംസ്കാരത്തിൻ്റെ ഉടമകളായ, ഒരു കറുത്ത ഉള്ളി പോലും ജീവിതത്തിൽ ഇല്ലാത്ത അത്രയും പരിശുദ്ധന്മാരായ ഒരു സമൂഹത്തെ ഈ ലോകത്ത് അല്ലാഹുവിൻ്റെ റസൂൽ വാർത്തെടുത്തു. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ ചെയ്ത പ്രവർത്തനം. നോക്ക് നിങ്ങൾ, ഏത് നേതാവിന് കഴിയും അത്? ഒരു നേതാവ് ഇവിടെ ഉണ്ടെങ്കിൽ ഭൗതിക ലോകത്തോ ആത്മീയ രംഗത്തോ ഒക്കെ നേതാക്കന്മാർ ധാരാളമുണ്ട്. അവരൊക്കെ കുറേ അനുയായികളെ ഉണ്ടാക്കിയെടുക്കും. ചിലപ്പോൾ ഒരു മെമ്പർഷിപ്പ്, അത് അത്രയേ ഉണ്ടാവുകയുള്ളൂ. 5 റുപ്യ കൊടുത്താൽ കിട്ടുന്ന ഒരു മെമ്പർഷിപ്പ്, അങ്ങനത്തെ കുറേ അനുയായികളുണ്ടാവും. അല്ലെങ്കിൽ ഒരു വോട്ട് ചെയ്യുന്ന കുറേ അനുയായികൾ. ജീവിതം ഈ രൂപത്തിൽ പരിശുദ്ധമാക്കാൻ, അനുയായികളെ പരിശുദ്ധമായി കൊണ്ടുവരാൻ കഴിയുന്ന ഏത് നേതാവാണ് ഇവിടെ ഉള്ളത്? ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒരുപാട് ഭൗതിക നേതാക്കൾ ഇവിടെ ഇല്ലേ? നമ്മൾ ഇന്ന് രാവിലെ പത്രമെടുത്താൽ, മാധ്യമങ്ങൾ ഏതെങ്കിലും തുറന്നാൽ കേൾക്കുന്ന കഥകളെന്താ? കോടിക്കണക്കിൽ രൂപയുടെ സ്വർണം കടത്തി കള്ളന്മാർ, ആണും പെണ്ണുമില്ല കൂട്ടത്തിൽ. സത്യത്തിൽ എവിടെയാണ് സത്യത്തിന് ഇവിടെ നിലനിൽപ്പുള്ളത്? എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം വൃത്തികെട്ട പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു കുടുംബത്തിൽ നമ്മൾ കേട്ടതാണ്, യു പിയിൽ ഒരു പെൺകുട്ടി തൻ്റെ ഉമ്മൻ്റെ കൂടെ, സഹോദരൻ്റെ കൂടെ പാടത്ത് പുല്ലരിയാൻ പോയതാണ്. ആ കുടുംബത്തെ അവിടുത്തെ ആളുകൾ ചെയ്ത പ്രവർത്തനം എന്താ? ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു, തോന്നിവാസന കാണിച്ചു. അവസാനം ആ പെൺകുട്ടിയെ സ്വന്തം ഉമ്മക്കൊന്ന് കാണാൻ പോലും അവസരം നൽകാതെ ചുട്ട് കരിച്ചു കളഞ്ഞു. എവിടെയോ കുഴിച്ചിട്ടു ആ വെണ്ണീര്. നമ്മൾ പത്രത്തിൽ വായിച്ച കഥയല്ലേ? ഇതുപോലെ തോന്നിവാസങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്. ഇവിടെ നേതാക്കന്മാരില്ലാഞ്ഞിട്ടാണോ? എത്ര മന്ത്രിമാരുണ്ട്, എത്ര വിദ്യാഭ്യാസമുള്ളവരുണ്ട്, എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഏതെല്ലാം നേതാക്കന്മാർ കോടിക്കണക്കായ രൂപ ശമ്പളം പറ്റി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്കാരം അവിടെ. ഇതൊന്നുമില്ലാതെ ഒരു പോലീസ് സ്റ്റേഷനില്ല, ഒരു പോലീസോ പട്ടാളമോ കോടതിയോ ജയിലോ ഇല്ല. ഇൽമ കൊണ്ട് മാത്രം, അറിവ് പകർന്നുകൊണ്ട് മാത്രം ഈ ലോകത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത തൻ്റെ ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ മഹാനായ പ്രവാചകന് കഴിഞ്ഞു. അതല്ലേ മാതൃകാപരമായ ജീവിതം? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ഈ സമൂഹത്തിലുണ്ടാക്കിയ പരിവർത്തനം നിങ്ങൾ പരിശോധിച്ചത്. കളവ് പറയാൻ പാടില്ല, കക്കാൻ പാടില്ല, കള്ള് കുടിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഉയർന്ന സംസ്കാരത്തിൻ്റെ ഉടമകളാക്കി സമൂഹത്തെ മാറ്റാൻ പ്രവർത്തിച്ച, യത്നിച്ച ഒരു നേതാവ്, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ലോകത്ത് മാറ്റാനും കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എന്തെല്ലാം തട്ടിപ്പ് കേസുകൾ, സ്വർണം കടത്തി, ഇന്നും അതിങ്ങനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക.
ആ വിചാരണയിൽ താൻ ചെയ്ത കുറ്റങ്ങൾ ന്യായീകരിക്കാൻ നൂറുകണക്കിൽ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തു, നിങ്ങൾ കളവ് പറയാൻ പാടില്ല. ഈ സമുദായത്തിൽ ഭരണാധികാരിൻ്റെ മുന്നിലാണെങ്കിൽ പോലും നിങ്ങൾ കളവ് പറയരുതെന്ന് അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമല്ല, അങ്ങനത്തെ ഒരു സമൂഹത്തെ അല്ലാഹു റസൂൽ വാർത്തിട്ടു. നിങ്ങൾ നോക്ക്, മൊഹീദ്ദീൻ ശൈഖിൻ്റെ കഥ കുറേയൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മൊഹീദ്ദീൻ മാലയിലൊക്കെ ഉണ്ട്. സുൽത്താൻ്റെ സഹാബിയൊന്നുമല്ല. സുൽത്താൻ്റെ കാലശേഷം ഒരുപാട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം വന്നൊരു മഹാനാണ് ഈ മൊഹീദ്ദീൻ ശൈഖ്. പക്ഷേ റസൂലുള്ളാഹിൻ്റെ പാഠം അദ്ദേഹത്തിൽ ഫലിച്ചു, പ്രബോധനം അദ്ദേഹത്തിൽ ഫലിച്ചു. തൻ്റെ അറിവ് നേടാൻ വേണ്ടി യാത്ര പോകുന്ന സമയത്ത് ഉമ്മ ചെയ്തൊരു വസിയത്തായിരുന്നു ആ മൊഹീദ്ദീൻ ശൈഖിനോട് കളവ് പറയരുത്. ഇത് റസൂല പഠിപ്പിച്ചൊരാശയാണ്. നീ ചിന്തിച്ചോ, 900 വർഷങ്ങൾക്ക് ശേഷം, സുൽത്താൻ്റെ കാലത്തല്ല, കളവ് പറയരുതെന്ന് ഉമ്മ പഠിപ്പിച്ചു, റസൂല പഠിപ്പിച്ചു. അദ്ദേഹം യാത്ര പോകുന്ന സമയത്ത് കൊള്ളസംഘം അദ്ദേഹത്തെ പിടികൂടി. എന്താണ് കയ്യിലുള്ളതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒരു സ്വർണം എൻ്റെ കയ്യിലുണ്ട്. അയാൾക്കറിയാം അത് പറഞ്ഞാൽ ഈ കള്ളന്മാരത് പിടിച്ചെടുത്ത് കൊണ്ടുപോകും. പക്ഷേ ഒരു കൊണ്ടുപോയാലും എനിക്ക് ആ നാണയം നഷ്ടപ്പെട്ടാലും കളവ് പറയുന്നത് എൻ്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ പറയില്ല. കളവ് പറയലെന്ന് ഉമ്മ ചെന്നാൽ കള്ളൻ്റെ കയ്യിൽ കാശ് കൊടുത്തവർന്ന് മൊഹീദ്ദീന്മാരിലൊക്കെ കാണാം. അപ്പോൾ ആ ശീലം, ആ സംസ്കാരം ഈ ലോകത്ത് വളർത്തിയെടുത്ത നേതാവ് അത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ഒറ്റ കാര്യം കൊണ്ട് ഞാൻ പറയട്ടെ, ഈ സംസ്കാരം അല്ലാഹുവിൻ്റെ റസൂൽ വളർത്തിയത്, പ്രചരിപ്പിച്ചത് പട്ടാളത്തിനെ ഉപയോഗിച്ചിട്ടല്ല, പോലീസിനെ ഉപയോഗിച്ചിട്ടല്ല, കോടതിയും ജയിലും മുഖേന അല്ല. അല്ലാഹുവിൻ്റെ റസൂൽ ഇൽമ മുഖേനയാണ്, അറിവ്. യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കി, അവർക്ക് ഇൽമ പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു, ഖുർആൻ്റെ ആയത്തുകൾ വായിച്ചു കൊടുത്തു. ആ രീതിയിലാണ് അവർക്ക് വളർത്തിയെടുത്തിട്ടുള്ളത്. അറിവ് കൊണ്ടാണ്, യുദ്ധം ചെയ്തിട്ടല്ല, ആക്രമിച്ചിട്ടല്ല. യുദ്ധമൊക്കെ ഇസ്ലാമിലുണ്ടായത് ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ഇസ്ലാമിന് അന്യമാണ്. യുദ്ധം ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ഉദീന ഇല്ലദീന യുഖാത്തിലൂന ബിഅന്നഹും വലമു. 13 കൊല്ലവും റസൂലായി പ്രബോധനം നടത്തിയപ്പോൾ ഒരുപാട് മർദ്ദനങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രയാസങ്ങളൊന്നും അതേ പ്രയാസങ്ങളെ കൊണ്ട് റസൂല നേരിട്ടിട്ടില്ല, ക്ഷമിച്ചതാണ്. പലരെയും ശത്രുക്കൾ കൊന്നിട്ടുണ്ട്. സബ്റയ്യ ആല യാസിർ, അല്ലാഹുവിൻ്റെ റസൂൽ ആ സമയത്ത് അവരോട് ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ക്ഷമിക്കണമെന്നാണ്, സംയമനം പാലിക്കണം. 13 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇനിയും അക്രമം തൊടുകയാണെങ്കിൽ ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ഒരവസരത്തെപ്പോഴാണ് അല്ലാഹുവിൻ്റെ റസൂലിന് അല്ലാഹു തആല ആയത്തിറക്കിയത്, ഊദീന ലില്ലദീന യുഖാത്തിലൂന ബിഅന്നഹും. ഇനി നിങ്ങൾ ക്ഷമിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, യുദ്ധത്തിന് നിങ്ങൾക്ക് അനുമതി തന്നിരിക്കുന്നു. നോക്ക്, നിങ്ങൾ വാക്ക് ഉദീന, യുദ്ധം കൊണ്ട് കൽപ്പിച്ചു എന്നല്ല, നിങ്ങൾ അവരുമായി ഒരു ഏറ്റുമുട്ടാനാക്കുന്ന അനുമതി അല്ലാഹു തന്നിട്ടുണ്ട്. അങ്ങനെ ഏറ്റുമുട്ടാൻ നിങ്ങൾ തയ്യാറാകുമ്പോഴേ നിങ്ങൾക്കിനി ഇവിടെ നിൽക്കാൻ കഴിയുള്ളൂ, അല്ലെ ഈ പ്രസ്ഥാനം നടത്താൻ പറ്റുള്ളൂ. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ആ അനുമതി പ്രകാരം ആ പുറപ്പെടുന്ന അനുയായികളോട് അല്ലാഹുവിൻ്റെ റസൂലിനെ ഓർമ്മപ്പെടുത്തിയത് എന്താ? നിങ്ങളവിടെ പോയി യുദ്ധം ചെയ്ത് അവരൊക്കെ ജീവൻ അവസാനിപ്പിക്കണമെന്നല്ല. ലാ തതമന്നൗ ലിഖാ അൽ അദഫി. യുദ്ധത്തിന് പോകാൻ നമ്മൾക്ക് അനുമതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ യുദ്ധത്തിന് പോകുന്നു. പക്ഷേ അവിടെ ചെന്ന് യുദ്ധം ചെയ്യണമെന്ന് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കണ്ട. അവിടെ ചെന്ന് അവർക്കൊരു ഉപദേശം നൽകി തിരിച്ചു പോരാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ലൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിന ദുനിയാ മാ ഫീഹാ. ഒരു മനുഷ്യനെ
നന്നാക്കാൻ കഴിയുമെങ്കിൽ ഈ ദുനിയാവിനേക്കാൾ നല്ലത് അതാ. നോക്ക് നിങ്ങൾ, അവിടെ പോയി ഒരാളെ കൊല്ലാനല്ല, കയ്യും കാലും വെട്ടിമുറിക്കാനല്ല, രക്തം ശരീരത്തിൽ നിന്ന് ഒലിപ്പിക്കാനല്ല, അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തി അവരെ നന്നാക്കലാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് അവിടെ യുദ്ധം ചെയ്യാതെ അവർക്കൊരു ഉപദേശം നൽകി തിരിച്ചു പോരാൻ പറ്റുമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ്. അതാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മതം, നയം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. പക്ഷേ ശത്രുക്കളുടെ വെല്ലുവിളി സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തായപ്പോഴാണ് മഹാന്മാരായ സഹാബക്കൾ ചെറിയൊരു സമരം അവരുമായി നടത്താൻ തയ്യാറായത്. മുഹാജിറിൻ്റെ വാക്ക് കേട്ട് മുന്തി 3 സിംഹരാം, മുമ്പിലെ ഉബൈദത്തും ബിൻ ഹംസയും ഹൈദറാ. ആ വെല്ലുവിളി ആരുണ്ട് ഇവിടെ? മക്കത്ത് നിന്ന് വന്ന ആളുകൾ നമ്മളുമായി ഏറ്റുമുട്ടാൻ എന്ന വെല്ലുവിളി കേട്ടപ്പോഴാണ്, സഹിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് ചെറിയൊരു സമരം അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ നടത്താൻ അനുയായികൾക്ക് അനുമതി കൊടുത്തത്. ബദറിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇതാണ് സ്ഥിതി. പക്ഷേ ശത്രുക്കളുടെ പോർക്കുവടിൻ്റെയും അക്രമത്തിൻ്റെയും പുറകിൽ നിൽക്കക്കല്ല് ഇതല്ലാതെ വന്നപ്പോഴാണ് അവർ സമരത്തിന് തയ്യാറായത്. അതുകൊണ്ട് ബദർ കേൾക്കുമ്പോൾ ഉഹദ് കേൾക്കുമ്പോൾ ഒക്കെ യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ചാന്നുള്ള തെറ്റായ ധാരണ ഉണ്ടാകരുത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. സമൂഹത്തിൽ ഉയർന്ന സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക, ഇതായിരുന്നു റസൂലുള്ളാഹിൻ്റെ പ്രചരണം. അതിന് പ്രവർത്തിച്ചു 23 കൊല്ലക്കാലം. അത് വിജയിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ പ്രചരണം വഴി മക്കയിൽ ഒരൊറ്റ മുസ്ലിമല്ലാത്ത ആളുണ്ടായിരുന്നില്ല. 100% മുസ്ലിം. മദീനയിൽ 100% ഈ പറഞ്ഞ സ്വഹാബിമാർ. അങ്ങനെ ഏറ്റവും നല്ല ഒരു സമൂഹത്തിന് ലോകത്ത് വാർത്തുവിട്ടു. സൗദി അറേബ്യയിൽ മാത്രമല്ല, മംലക്കത്തുൽ അറബിയയിൽ മാത്രമല്ല, ലോകം മുഴുവനും തൻ്റെ അനുയായികളെ അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടാക്കി. റസൂലുള്ളാഹിൻ്റെ ശേഷം അവിടുത്തെ അനുയായികളുടെ പ്രവർത്തന ഫലമായി ലോകം മുഴുവനും മുസ്ലിമീങ്ങളുണ്ട്. അപ്പോൾ ഈ ഉയർന്ന സംസ്കാരം ലോകത്തിന് നൽകുക, ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അയൽവാസികളോട് നല്ല രൂപത്തിൽ, ഭാര്യമാരോട് നല്ല രൂപത്തിൽ, കുട്ടികളോട് സ്നേഹപരമായ രൂപത്തിൽ, വയസ്സന്മാരോട് കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ SYS ഇപ്പോൾ സാന്ത്വന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അങ്ങനെ എല്ലാ വേദിയിലും അവരെ സ്നേഹിച്ച് അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി ലോകത്തിന് ഉപകാരപ്രദമായ ഒരു അനുയായി വൃത്തത്തെ വളർത്തിയെടുത്ത നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അൽ മുസ്ലിം മൻ സലിമൻ നാസ് എന്ന റിപ്പോർട്ട് കാണാം. മറ്റുള്ള ജനങ്ങൾക്ക് നിന്നെക്കൊണ്ട് ശല്യമുണ്ടാകാതിരിക്കും എന്ന് അവർക്ക് ബോധ്യം വരുമ്പോഴേ നീ ഒരു മുസ്ലിമായി മാറുകയുള്ളൂ എന്ന് പഠിപ്പിച്ച നേതാവ് അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് നിന്നെക്കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്ക് നിന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ട് വരൂല എന്ന് അവരെ മനസ്സ് പറയണം. എങ്കിൽ എത്രമാത്രം നമ്മുടെ ക്ഷമയും നമ്മുടെ പ്രവർത്തനവും നന്നായി തീരണം. ഇതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. അത് ഞാൻ പറഞ്ഞത്, അതൊന്നും ആരെയും ആക്രമിച്ചിട്ടോ തോക്ക് ചൂണ്ടിയിട്ടോ പീരങ്കി പൊട്ടിച്ചിട്ടോ വട്ടാളത്ത് ഇറക്കിയിട്ടോ അല്ല. ഇൽമ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തു, അറിവ് ലോകത്തിന് സംഭാവന ചെയ്തു. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനെ നമ്മൾ ലോകത്തിന് പരിചയപ്പെടുത്തണം. അതിനൊരു മനുഷ്യന് എതിർക്കാൻ കഴിയില്ല. അത് ബിംബത്തിനെ ആരാധിക്കുകയോ ശിർക്കോ ഒന്നും അല്ല, അത് ഇസ്ലാമിൻ്റെ പ്രബോധനമാണ്. ഈ കേൾക്കുന്ന പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇസ്ലാമിൻ്റെ പ്രബോധനമാണത്. ഈ മൗലിദ് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല. സ്വഹാബത്തിൻ്റെ കാലത്ത് ഏറ്റവും നല്ലൊരു കവിയായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിൻ്റെ ഹയാത്ത് കാലത്തും റസൂലുള്ളാഹി വഫാത്തായതിന് ശേഷവും മൗലിദ് നടത്തിയ ഒരു മഹാനായ സ്വഹാബിയാണ് ഹസ്സാൻ ബിൻ സാബിത്ത്. ഹസ്സാൻ ബിൻ സാബിത്തിൻ്റെ മഹത്വം പറയാൻ അധ്യായം തന്നെ സഹീഹ് മുസ്ലിമിൽ കാണാം. ഒരു ബാബു ഹസ്സാൻ ബിൻ സാബിത്ത്. ഹസ്സാൻ ബിൻ സാബിത്തിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്? ആ ബാബിൽ ഒന്നാമതായി പറഞ്ഞ മഹത്വം
റസൂലുള്ളാഹിന്റെ മൗലിദ് പാരായണം ചെയ്യുന്ന ആളായിരുന്നു. ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ ഹജൗത മുഹമ്മദൻ ബർറൻ തഖിയ്യാ റസൂലുള്ളാഹി സിമത്തുൽ വഫാഉ തുടങ്ങിയിട്ട് 20ഓളം വരിയുള്ളൊരു മൗലിദ് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും. ആ മൗലിദിനെ പറ്റി മഹാനായ ഹസ്സാൻ സാബിത്ത് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, സ്വഹാബിമാരിൽ നിരവധി പേര് ആ മൗലിദിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വഹാബിമാർ, മാതൃകാ പുരുഷന്മാരായ സ്വഹാബിമാർ, അബൂ ഹുറൈറ അടക്കമുള്ള ഒരുപാട് വലിയ 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 സ്വഹാബിമാർ. നോക്കി നിങ്ങൾ, ആ ബുഖാരിൻ്റെ ഹാഷ്യ എഴുതിയ ഇമാം ഖസ്സലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മവാഹിബുൽ ലദുന്നിയിൽ പറഞ്ഞു, ആ മൗലിദ് പാരായണം അന്ന് മുതൽ, സ്വഹാബത്തിൻ്റെ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ നിലനിൽക്കുകയാണ്. ഒരു കുട്ടിക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ ലാസാല അഹ്ലുൽ ഇസ്ലാം യഹ്തഫിലൂന ബി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂലിൻ്റെ മൗലിദ് പാരായണം അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ ഹസ്സലാനി ഇമാമിൻ്റെ കാലഘട്ടം വരെ എന്ന് പറയുക നിലനിൽക്കുന്നുണ്ട് ക്ഷേമമായ രീതിയിൽ. അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ ഒരു ആചാരം നിലനിൽക്കുന്ന ഒരു ആചാരം. ആ മൗലിദിൽ പങ്കെടുത്ത ആളുകൾക്ക് റസൂലുള്ളാഹിൻ്റെ കാലത്ത് മൗലിദ് ഓതിയപ്പോൾ റസൂൽ അത് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം ഖസ്സലാനി പറഞ്ഞു, മൗലിദിൻ്റെ സദസ്സിൽ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടും. മൗലിദ് പാരായണം ചെയ്യുന്ന വീട്ടിന് ബർക്കത്തുണ്ടാവും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ടുള്ള കാവൽ ആ വീട്ടിന് കിട്ടും, ആ പള്ളിക്ക് കിട്ടും, ആ നാടിന് കിട്ടും. ഇമാം ഖസ്സലാനി അതൊക്കെ മവാഹിബിൽ വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മൗലിദ് പാരായണം അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ആ റസൂലുള്ളാഹിൻ്റെ നല്ല നല്ല പ്രവർത്തനങ്ങൾ, ആ ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ റസൂലുള്ളാഹിൻ്റെ ജീവിതം അവതരിപ്പിക്കുമ്പോൾ, റസൂലുള്ളാഹിനെ പഠിക്കുമ്പോൾ ആളുകളൊക്കെ റസൂലുള്ളാഹിൻ്റെ കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അതാണ് മൗലിദിൻ്റെയും ഹിബ്ബ് റസൂൽ പരിപാടി നേട്ടമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ മൗലിദ് തുടരണം. ഇന്ന് നിങ്ങൾ ചിന്തിച്ചോ, ഉന്നതമായത്തിൻ്റെ ആളുകൾ എന്ത് മഹാമാരി ഉണ്ടെങ്കിലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദ് പരിപാടിക്ക് ചെറിയൊരു ക്ഷീണമുണ്ടെങ്കിലും അത് നിർത്താൻ പാടില്ല. നമ്മുടെ SSFൻ്റെ മക്കൾ ആ പരിപാടി ശക്തമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ലോകത്ത് നിലക്കണം. ആ നിലക്കുമ്പോഴേ റസൂലുള്ളാഹിനെ പരിചയപ്പെടുമ്പോഴേ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുള്ളൂ. റസൂലുള്ളാഹിനെ പരിചയപ്പെടുമ്പോഴാണ് നേരത്തെ മുസ്ലിം ആയവർക്ക് തന്നെ ഒരു ഈമാൻ, ഒരുറപ്പ് കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നു. അത് റസൂലുള്ളാഹിനെ പഠിക്കണം, റസൂലുള്ളാഹിൻ്റെ ജീവിതം പകർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതം ഒരിക്കലും നമ്മളോട് മറന്നുപോകാൻ പാടില്ല. ആ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് എല്ലാം മദ്ഹാണ്. റസൂലുള്ളാഹിൻ്റെ പ്രവർത്തനം മുഴുവനും, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം മുഴുവനും. ആർക്കും റസൂലുള്ളാഹിനെ പറ്റി ഒരു ആക്ഷേപം ഒരാൾക്കും ലോകത്ത് ഉന്നയിക്കാൻ കഴിയില്ല. എല്ലാം അവിടുത്തെ രഹസ്യവും പരസ്യവുമായ പ്രവർത്തനങ്ങൾ, മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണത്? എല്ലാ വിഭാഗത്തിനോടും സ്നേഹത്തിൽ പ്രവർത്തിക്കണം, സ്നേഹത്തിൽ പെരുമാറണം. വീട്ടിലെ ഭാര്യമാരോടായിരുന്നാലും, കുട്ടികളോടായിരുന്നാലും, വയസ്സന്മാരോടാണെങ്കിലും, അയൽവാസികളോടാണെങ്കിലും, കുടുംബക്കാരാണെങ്കിലും, അതിനൊക്കെ മാതൃക ആ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലുണ്ട്, ആ റസൂലുള്ളാഹിൻ്റെ പ്രവർത്തനത്തിലുണ്ട്. നിങ്ങൾ കേട്ടതാ, വീട്ടിലെ ഭാര്യമാരോട് കൂടെ ആ വീട്ടിലെ ജോലിയുള്ള റസൂലുള്ളാഹി പങ്കെടുക്കും. അവരോടൊപ്പം ഭക്ഷണം പാകം ചെയ്യുന്നതിലും മറ്റ് ആ വീട്ടിൻ്റെ കാര്യങ്ങൾ, ആരാണിത്? ലോകത്തിൻ്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സയ്യിദ് വൽദി ആദം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതാ, ലോകത്തിൻ്റെ നേതാവാണ്. പക്ഷേ വീട്ടിൽ ചെന്നാൽ ഭാര്യൻ്റെ കൂടെ അടുക്കളയിൽ കയറി
ആ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാറുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹി രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ നല്ല മാംസം ഇങ്ങനെ അടുപ്പത്തു നിന്നുണ്ട് പതക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിക്ക് രാവിലെ നാസ്ത കൊണ്ടുപോയി വെച്ച് അല്ലാഹുവിൻ്റെ റസൂൽ ആ നാസ്ത നോക്കുമ്പോൾ ഈ ഇറച്ചി അതിൽ കാണുന്നില്ല. അപ്പോൾ റസൂല ചോദിച്ചു ആയിഷയോട്, ഇറച്ചി ഉണ്ടായിരുന്നല്ലോ അടുപ്പത്തുനിന്ന് പതക്കുന്നത്, ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച കൂട്ടത്തിൽ കാണുന്നില്ലല്ലോ. ആ പെരുമാറ്റം, സ്നേഹം, റസൂലുള്ളാഹി മുഖം കറുപ്പിച്ച് അവിടെ ഇരുന്നതല്ല, അന്വേഷിച്ചു. ആയിഷ പറഞ്ഞു അത് ബരീറക്കാരോ കൊടുത്ത സദക്കയാണ്. റസൂലുള്ളാഹിക്ക് സദക്ക തിന്നാൻ പറ്റില്ലല്ലോ, സക്കാത്തിൻ്റെ സാധനം റസൂലുള്ളാഹിക്ക് പറ്റില്ല, അത് മനുഷ്യന്മാരുടെ ചേറാണ്, അത് റസൂലുള്ളാഹിൻ്റെ മഹത്വത്തിനോട് യോജിക്കൂല, ഞങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരാതിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ബരീറക്ക് സക്കാത്താണെങ്കിൽ അത് ബരീറക്ക് ലഭിച്ചു, നമുക്ക് ബരീറ തന്നാൽ അത് ബരീറയുടെ ഹദിയയാണ്, ആ ഭാര്യ ആ ബരീറ എന്ന സ്ത്രീ നൽകുന്ന ഒരു സമ്മാനമാണ്. അതുകൊണ്ട് നമുക്ക് ബരീറ തന്നാൽ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. നേരിട്ട് മുതലാളിമാരെന്ന് സക്കാത്ത് വാങ്ങുന്നതിനെ പറ്റിയ തടസ്സമുണ്ട് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തി. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇൽമാണ് ഈ സംഭവം, ഈ മസ്അല പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ സക്കാത്ത് മുതലാളിമാർ കൊടുക്കുമ്പോൾ അതായത് ഇതിൻ്റെ അർഹരായ 8 കൂട്ടർക്കേ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. പക്ഷെ അവർക്ക് കിട്ടിയാൽ അവർ നമുക്ക് തരികയാണെങ്കിൽ അതിനോട്ട് 8 കൂട്ടരല്ലാത്ത 9ാമത്തെ ഒരു പാർട്ടിക്ക് തരികയാണെങ്കിൽ അതിനോട് വിരോധമില്ലെന്ന് പഠിപ്പിച്ചു. അതാ റസൂലുള്ളാഹിൻ്റെ ജീവിതം. ആ ഭാര്യമാരോടും സ്നേഹമുള്ള കുട്ടികളോടും വയസ്സായ പ്രായം ചെന്ന വൃദ്ധന്മാരോടും. ഹലീമ ബീവി കയറി വന്നപ്പോൾ റസൂലുള്ളാഹിക്ക് മുലപ്പാൽ നൽകിയ ഒരു പെണ്ണായിരുന്നല്ലോ ഈ ഹലീമ ബീവി. സ്വന്തം തലപ്പാവ് വിരിച്ച് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു നമ്മൾ പണ്ടേ കേൾക്കുന്നതാ. അങ്ങനെ നമ്മളൊക്കെ ബസ്സിൽ കയറിയാൽ പ്രായം ചെന്ന ആളുകൾക്ക് ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ നമുക്ക് മടിയാ. അയാൾക്ക് പ്രായമുള്ള ആളാണ്, ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ അയാൾക്കൊരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവൂല പലപ്പോഴും. ഹലീമ ബീവിക്ക് ഇരിക്കാനുള്ള സീറ്റ് അവിടുന്ന് തലപ്പാവ് കഴിച്ചുകൊണ്ട് നൽകിയെന്ന് ഹദീസിൽ വന്ന പാഠമാണ്. അങ്ങനെ എല്ലാ വിഭാഗത്തിനോടും സ്നേഹമായ പെരുമാറ്റം. ആ സ്നേഹത്തിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ വളർച്ച ഉണ്ടായത്. തലാഖത്തുൽ വജ്ഹി വൽ ഈമാൻ. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു, നിൻ്റെ സഹോദരനെ കണ്ടാൽ പുഞ്ചിരിയോടെ കാണാൻ പാടില്ല, ദേഷ്യത്തോടെ കാണാൻ പാടില്ല, കറുത്ത മുഖത്തോടുകൂടെ കാണാൻ പാടില്ല, പുഞ്ചിരിയോടുകൂടി. പുഞ്ചിരിക്കാതെ റസൂൽ ആരോട് സംസാരിക്കാറില്ല, അഭിമുഖീകരിക്കാറില്ല. അങ്ങനത്തെ സ്നേഹമാണ് അള്ളാഹുവിൻ്റെ റസൂലിന് അവിടുത്തെ അനുയായികൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് എന്തെന്നില്ലാത്ത സ്നേഹം ആണ്. ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹിൻ്റെ മദ്ഹുകൾ പറയുന്നത്. മറ്റൊന്ന് ഇസ്ലാമിൻ്റെ പ്രബോധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, റസൂലുള്ളാഹിൻ്റെ ജീവിതം ഇത്രയും പരിശുദ്ധമാണ്, പരിപാവനമാണെന്ന് ഓർക്കുമ്പോൾ ആളുകളൊക്കെ റസൂലുള്ളാഹിൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ്. അതിന് അല്ലാഹു തആല എൻ്റെ റസൂലിനെ ലോകത്തിന് പരിചയപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.